ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇനി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, അതിപ്പം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആരും പറഞ്ഞു. കോടതി പറയട്ടെ. കോടതി പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. കോടതിയുടെ തീരുമാനം വരട്ടെ. ഇപ്പം മൊറാലിറ്റിയാണ് ആരെങ്കിലും പറയാൻ വരുന്നതെങ്കിൽ ആരും മൊറാലിറ്റി പ്രസംഗിക്കണ്ട. എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ്. മൊറാലിറ്റി ആരും പറയണ്ട. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെന്നേ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇപ്പൊ മൊറാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതല്ല. ഇനി നിയമമാണെങ്കിൽ കോടതി പറയട്ടെ. ഇത് രണ്ടാണെങ്കിലും കോൺഗ്രസിന് ഒരു പ്രശ്നമില്ല. നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. നിയമം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ നിയമം, അല്ലാതെ ആരെങ്കിലും പറയുന്ന നിയമമല്ല. ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം. അത് ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. അത് ഗവൺമെന്റ് ചെയ്യട്ടെ. ഇപ്പൊ മൊറാലിറ്റി ആരും പറഞ്ഞുകൊണ്ടിങ്ങോട്ട് വരണ്ട. മൊറാലിറ്റിയെ കുറിച്ച് പ്രസംഗിക്കും. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോഴാണ് ചാണ്ടി ഉമ്മൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. ചാണ്ടി ഉമ്മൻ പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ. കോൺഗ്രസ് അതിന്റെ ധാർമ്മികത മുൻനിർത്തി, കോൺഗ്രസ് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ, കോൺഗ്രസ് ധാർമ്മികത മുൻനിർത്തി അയാൾക്കെതിരെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന മൊറാലിറ്റി അത് പറയാൻ ഈ പറയുന്ന ആളുകൾക്ക് എത്രത്തോളം അവകാശമുണ്ട് എന്നുള്ള കാര്യമാണ് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം കല്ലെറിയുന്നവർ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പാപം ചെയ്ത് പാപങ്ങളുടെ കൂമ്പാരമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ കല്ലെറിയുന്നത് അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോ രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട്ട് സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ രാഹുല് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അവിടെ വലിയ ഒരു കടമ നിൽക്കുന്നുണ്ട്. കാരണം പാർട്ടിയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഒന്നില്ലെങ്കിൽ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, ഈ കേസ്, പരാതികൾ, ഇതിൽ കോടതിയുടേതായ എന്തെങ്കിലും ഒരു തീരുമാനം വരണം. അതിന് എന്താണെങ്കിലും സമയമെടുക്കും. അത് ഇപ്പൊ അടുത്ത് ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് നടക്കുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്താതെ നിൽക്കുമ്പോൾ പാർട്ടിയുടെ തീരുമാനത്തിൽ ഒരു മാറി ചിന്ത അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തയ്യാറാവുന്നത്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പാലക്കാട് ഉണ്ടാകുമോ, അതോ UDFന്റെ പിന്തുണ സ്വതന്ത്രനായി മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമോ എന്നുള്ളതാണ്. അപ്പോ ചാണ്ടി ഉമ്മന്റെ വാക്കുകളിൽ ചിലതൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ചാണ്ടിയുടെ വാക്കുകളിൽ അത് കോൺഗ്രസിന്റെ ഒരു അവസാന വാക്കല്ലെങ്കിലും ചാണ്ടി പറയുമ്പോ അത് ഒരു നിരുത്തരവാദപരമായ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രതികരണമായിട്ട് നമുക്ക് കാണാനും കഴിയില്ല. എന്നാൽ അത് 100% അതാണോ അവസാന വാക്ക് എന്ന് ചോദിച്ചാൽ അല്ലതാനും. രണ്ടുമുണ്ട്. പക്ഷേ ചാണ്ടി എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഒരു പ്രതികരണമായിട്ട് തന്നെ നമ്മൾ കാണണം. അപ്പൊ ചാണ്ടിയുടെ പ്രതികരണത്തില് UDFന്റെ ഒരു പിന്തുണ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന രാഹുൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് ചാണ്ടി പറഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നിലവില് ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ഇപ്പോൾ എതിർ ഭാഗത്ത് നിൽക്കുന്ന LDFന്റെ MLA-മാരും മന്ത്രിമാരും ഒക്കെ ആ സ്ഥാനത്ത് തുടരുകയും അവരെയൊക്കെ വീണ്ടും LDF മത്സരിപ്പിക്കുന്ന ഒരു ഘട്ടവുമാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ മുകേഷിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുക. മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളും കേസും അറസ്റ്റും മുൻകൂർ ജാമ്യവും കുറ്റപത്രവും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ LDF കൊല്ലത്ത് നിന്ന് മുകേഷിനെ വീണ്ടും മത്സരിപ്പിക്കുന്നത്. MLA സ്ഥാനത്ത് തുടരുന്ന വ്യക്തി, ആരോപണ വിധേയനായ വ്യക്തി, കേസുള്ള വ്യക്തി, അറസ്റ്റ് നടന്ന വ്യക്തി, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട വ്യക്തി, എല്ലാം ഉണ്ടായിട്ടും MLA സ്ഥാനത്ത് ഉള്ള വ്യക്തി ആയിരുന്നിട്ട് പോലും കൊല്ലത്ത് വീണ്ടും മുകേഷിനെ മത്സരിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോ അങ്ങനെ നോക്കുമ്പോ രാഹുലിനെ ഒരാള് ഇപ്പോ കോൺഗ്രസ് പിന്തുണച്ചാലും അവർക്ക് അത് ചോദ്യം ചെയ്യാനോ അതിനെതിരെ ശബ്ദങ്ങൾ ഉയർത്തുവാനോ പ്രതിഷേധങ്ങൾ ഉയർത്തുവാനോ അല്ലെങ്കിൽ അതൊരു വിഷയമാക്കി ഉയർത്തിപ്പിടിക്കുവാനോ LDFനെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. കാരണം അപ്പൊ അവരോട് ചോദ്യങ്ങൾ വരും. നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ?
ആരോപണങ്ങൾ, കേസ്, അറസ്റ്റ്, ജാമ്യം ഒക്കെ ഉള്ള വ്യക്തി, ആ വ്യക്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി, ആ വ്യക്തി കോടതിയിൽ കേസുള്ള വ്യക്തി ഒക്കെ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിട്ടും വീണ്ടും മുകേഷിനെ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ മൊറാലിറ്റി പറഞ്ഞിട്ട് അല്ലെങ്കിൽ രാഹുലിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ രാഹുലിനെ ആക്രമിക്കാൻ LDF തയ്യാറാകുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങുമോ എന്നുള്ള കാര്യം വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അങ്ങനെ ഇറങ്ങിയാൽ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഡ്വാൻറ്റേജ് ആകും. കാരണം ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണല്ലോ. അപ്പൊ പാപം ചെയ്ത ആളുകൾ കല്ലെറിയാൻ ഇറങ്ങി തരുമ്പോ അത് രാഹുലിന് ഒരു സിമ്പതി, ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് UDF ക്യാമ്പിൽ കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഈ എടുത്തിരിക്കുന്ന നടപടി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നടപടി, ആ നടപടി പിൻവലിക്കാതെ, അത് പിൻവലിച്ച് ഇനി ഒരു വലിയ പ്രതിരോധത്തിലേക്ക് പോവാതെ പിൻവലിക്കാതെ നടപടി തുടർന്നുകൊണ്ട് സ്വതന്ത്രനെ പിന്തുണക്കുന്ന ഒരു 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 നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുമെന്ന് തന്നെയാണ് ഈ ചാണ്ടി ഉമ്മന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ചാണ്ടി ഉമ്മൻ ഇതിപ്പോ കുറെ കാലം മുമ്പ് പറഞ്ഞ കാര്യമൊന്നുമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രതികരണത്തിന്റെ സമയം കൂടി നമ്മൾ ഇതിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് അന്നത്തെ പ്രതികരണം എന്നുള്ള രീതിയിൽ തള്ളിക്കളയാം. പക്ഷേ ഈ റീസെന്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ 2025 ലാസ്റ്റ് ദിവസം നടത്തിയ പ്രതികരണമാണ് ചണ്ടി ഉമ്മന്റേത്. അപ്പോ അത് ഈ സമയവും കൂടി നമ്മൾ ചേർത്ത് കൂടി വെച്ച് വായിക്കുമ്പോൾ അതിന് വലിയ പ്രസക്തി ഉണ്ട്. ഈ തീരുമാനം ഓൾമോസ്റ്റ് UDF ക്യാമ്പിൽ നിന്നുള്ള തീരുമാനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഇൻഫർമേഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ചാണ്ടി ഇത്തരത്തിൽ സംസാരിച്ചത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആശ്വാസം അല്ലെങ്കിൽ ആവേശമാകുന്ന വാർത്ത തന്നെയായിരിക്കും. കാരണം രാഹുൽ ഇപ്പൊ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ഇറങ്ങിയെന്ന് കൂട്ടുക. എവിടെ? പാലക്കാട്. ആ പാലക്കാട് രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അവിടെ കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയെ, UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അണികൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതല്ലാതെ ഇനിയിപ്പോ രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് UDFക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും അവരെ ബാധിക്കില്ല. അതല്ല, രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു, ഇപ്പുറത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടാവുകയും ചെയ്താൽ അത് വലിയ ആശങ്കയുണ്ടാകും. ഇനി അതല്ലെങ്കിൽ രാഹുൽ മത്സരിക്കുന്നു, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താതെ UDFന്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അതും ആശങ്കകൾ ഒന്നുമില്ലാതെ വളരെ ആവേശത്തോടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോ ഈ 3 സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ രാഹുൽ മത്സരിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഇവിടെ ചാണ്ടി പറഞ്ഞതുപോലെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള ഒരു ലൈനിലേക്കാണ് പോകുന്നതെങ്കിൽ കോടതി നടപടികൾ വരട്ടെ. ഇപ്പൊ നമ്മള് ശബരിമല വിഷയത്തില് പത്മകുമാറിനെയും വിജയകുമാറിനെയും വാസുവിനെയും മുരാരി ബാബുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് നിരന്തരമായിട്ട് ജാമ്യാപേക്ഷ പരിഗണിക്കാത്ത ഘട്ടം പോലും ഉണ്ടാകുമ്പോ അവിടെ CPM എടുക്കുന്ന ഒരു നിലപാട് എന്താ? CPM പറയുന്നത് അന്വേഷണം നടക്കട്ടെ, കോടതി കണ്ടെത്തട്ടെ എന്താണ് എന്നുള്ളത്, ഫൈനൽ ആവട്ടെ, തീരുമാനം വരട്ടെ, വിധി വരട്ടെ, എന്നിട്ട് ഞങ്ങൾ നടപടിയെടുക്കാമെന്നാണ്. അവിടെയാണ് കോൺഗ്രസ് വേറിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് ആരോപണം ഉയർന്നപ്പോ ഒരു തീരുമാനം എടുക്കുന്നതിലേക്കോ അല്ലെങ്കിൽ കോടതി വിധി വരുന്നതിലേക്കോ വെയിറ്റ് ചെയ്തില്ല. ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റുപിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് എടുത്തുകൊണ്ട് രാഹുലിനെ മാറ്റി നിർത്തുന്നതാണ് കണ്ടത്. ഇനിയിപ്പോ കോടതി വിധി വരുമ്പോ, കോടതി പറയുമ്പോ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇനി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് രാഹുൽ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ രാഹുലിന് എല്ലാ വാതിലുകളും തുറന്നിട്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവും. കാരണം രാഹുൽ എന്ന് പറയുന്നത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അസറ്റാണ്. സതീശൻ പറഞ്ഞ വാക്കുകള് ഇപ്പോഴും എന്റെ കാതുകളിലുണ്ട്. പല തീരുമാനങ്ങളും എടുക്കുന്നത് അത് ചങ്ക് പൊട്ടിക്കൊണ്ടാണ് എന്ന്. സതീശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം മാത്രമാണ്. അതിനപ്പുറം ചങ്ക് പൊട്ടിക്കൊണ്ടൊരു തീരുമാനം എടുക്കേണ്ട ഘട്ടം സതീശന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, പ്രതിപക്ഷ നേതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും ഏറെ
പ്രതീക്ഷകൾ ഉണ്ടായി വളർത്തിയെടുത്ത് കൊണ്ടുവന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. ഒരു സുപ്രഭാതത്തില് ഈ പറയുന്ന പുകമറകൾ ആരോപണങ്ങൾ വന്നപ്പോൾ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്ന് കരുതിയിട്ടാണ് അന്ന് നേതാക്കൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഞാൻ അതിന് ആ തീരുമാനത്തിന്റെ കൂടെയാണ് കൈയടിക്കുന്നത്. അതോടൊപ്പം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പവുമാണ്. രാഹുലിനെ നമുക്ക് തള്ളി പറയാൻ കഴിയില്ല. കാരണം ഈ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ, നിർജീവമായി കൊണ്ടിരുന്ന പാർട്ടിയെ പ്രതിരോധിച്ച് മെറിറ്റുകൾ പറഞ്ഞ് ന്യായങ്ങൾ പറഞ്ഞ് പ്രതിരോധിച്ച് വളർത്തിയെടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോ ആ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് പാർട്ടിയുടെ അസറ്റാ. അങ്ങനെ വരുമ്പോ അയാളെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോ പാർട്ടിയുടെ പ്രവർത്തകർ എന്താണ് ആഗ്രഹിക്കുന്നത്? രാഹുലിനെതിരെ നടപടി എടുത്തെങ്കിലും ആ നടപടിക്കൊപ്പം നിൽക്കുകയും അതോടൊപ്പം അയാൾ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ വരുമ്പോ രാഹുൽ പാലക്കാട്ട് മത്സരിക്കുക, അതിന് UDFന്റെ ഒരു പിന്തുണ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാകും എന്നുള്ളത് തന്നെയാണ് ചാണ്ടിയുടെ വാക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്താകും തീരുമാനം എന്നുള്ളത് നമുക്ക് ലെറ്റ് us wait and see.